ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ 5ാമത്തെ ചാപ്റ്ററാണ് എ ഫീനിക്സ് റൈസസ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. കൂടാതെ പരമാവധി ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റിലൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് മെസ്സേജ് ഡസ് അരുണാചലം മുരുകാനന്ദംസ് ലൈഫ് കൺവേ ടു യങ് പീപ്പിൾ? അതായത് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം എന്താണ് പുതുതലമുറയ്ക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമായിട്ട്. ഇതുപോലെയുള്ള ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും കാണണം കേട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് കടക്കാം. ദി ലൈഫ് ഓഫ് അരുണാചലം മുരുകാനന്ദം ഗിവ്സ് എ പവർഫുൾ മെസ്സേജ് ടു യങ് പീപ്പിൾ. അതായത് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു പവർഫുൾ മെസ്സേജ് നൽകുന്നുണ്ട്. He teaches us that no dream is too big if we have courage and determination. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്, അതായത് ഏതൊരു സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു വലിയ സ്വപ്നവും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം എത്രത്തോളം വലുതാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആത്മവിശ്വാസവും കറേജും ഡിറ്റർമിനേഷനും ദൃഢതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. Though he was a poor school dropout, he worked hard to solve a social problem that others ignored. അദ്ദേഹം എന്താണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണെങ്കിലും, അദ്ദേഹം വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വന്നതെങ്കിലും എല്ലാവരും എന്താണ് ഒന്നും ചെയ്യാതെ എല്ലാവരും നിരസിച്ച് കളയുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഇഗ്നോർ ചെയ്ത് കളയുന്ന പല സോഷ്യൽ പ്രോബ്ലംസും ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. എന്നാൽ എന്താണ്, അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്നും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നില്ല. എന്നാൽ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിലെ നിലനിന്നുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തെ അദ്ദേഹം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനത്തോടു കൂടി പരിശ്രമിക്കുന്നു. He faced ridicule, poverty and humiliation, but he never gave up. അതായത് അദ്ദേഹം ആ ഒരു സോൾവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ അതിനെ ഒരു സോഷ്യൽ പ്രോബ്ലത്തിൽ, ഒരു സമൂഹം നേരിടുന്ന ഒരു പ്രശ്നത്തെ അദ്ദേഹം ഇല്ലാതാക്കുന്ന ആ ഒരു വഴിയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്? പോവേർട്ടി, റിഡിക്യൂൾ ആൻഡ് ഹ്യൂമിലിയേഷൻ. അതായത് ഒറ്റപ്പെടുത്തലും പരിഹാസങ്ങളും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. ബട്ട് ഹി നെവർ ഗേവ് അപ്പ്. Finally, he invented a low-cost sanitary pad making machine that transformed the lives of thousands of women. അതായത് അങ്ങനെ അവസാനം അദ്ദേഹം എന്ത് കണ്ടുപിടിക്കുകയാണ്? ലോ കോസ്റ്റ് സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കുന്ന മെഷീൻ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ട്രാൻസ്ഫോംഡ് ദി ലൈഫ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് വുമൻ. അത് ഒരുപാട് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഫോർ ദി യൂത്ത്, ഹിസ് ലൈഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിസർവറൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തിന്റെ ജീവിതം എന്തിന് എക്സാമ്പിൾ ആണ്? പ്രിസർവറൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയും ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ ദൃഢതയും ഒക്കെ കൺസിസ്റ്റൻസിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഇതൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. He shows that success is not measured by money or fame, but by the positive change we bring to society. ഏറ്റവും വലിയ കാര്യമാണത്. അതായത് അദ്ദേഹം കാണിച്ചു തരികയാണ് നമുക്ക്, സക്സസ് എന്ന് പറയുന്നത് പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടോ മാത്രം അളക്കുന്ന ഒന്നല്ല. പകരം നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം നമ്മളുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നത്, അതിനെയാണ് സക്സസ് എന്ന് പറയുന്നത്. ഹിസ് മെസ്സേജ് ഈസ് ക്ലിയർ. അദ്ദേഹത്തിന്റെ ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഡാർ ടു ഡ്രീം, വർക്ക് ഹാർഡ് ആൻഡ് റൈസ് ലൈക്ക് എ ഫീനിക്സ് ഈവൻ ഫ്രം ഫെയിലിയേഴ്സ്. അതായത് നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് പുറത്ത് ആ ഒരു ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. വർക്ക് ഹാർഡ് ആൻഡ് റൈസ് ലൈക്ക് എ ഫീനിക്സ് ഈവൻ ഫ്രം ഫെയിലിയേഴ്സ്. അതായത് പരാജയങ്ങളിൽ പരാജിതരാവാതെ, പരാജയങ്ങളെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പരാജയങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക.
സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.